السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. يا رب بالمصطفى بلغ مقاصدنا فاغفر لنا ما مضى يا واسع الكرم. الله سبحانه وتعالى നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റബീഉൽ അവ്വലിൽ പ്രത്യേകിച്ചും മറ്റു മാസങ്ങളിൽ പൊതുവായും CM മഹ്ളറയിൽ അഭിവന്ദ്യരായ റിയാസ് മാഹിരിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഈ ഒരു മഹത്തായ ആത്മീയ മജ്ലിസ് എല്ലാ അർത്ഥത്തിലും നാടിനും സമൂഹത്തിനും വളരെയേറെ ഉപകാരവും പ്രയോജനവുമുള്ളതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു പ്രദേശത്തിൻ്റെ വെളിച്ചമാണ് ആ നാട്ടിലെ ആത്മീയ മജ്ലിസുകൾ. അതിനൊക്കെ പുറമേ ദറസ് സംവിധാനങ്ങളില്ലാത്ത ഈ ഒരു പ്രദേശത്ത് മഹത്തായ ഒരു സ്ഥാപനം വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ സഹിച്ച് സ്ഥാപിച്ചെടുക്കുകയും അത് നിലനിർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഒരു ത്യാഗമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. മുതഅല്ലിമീങ്ങൾ ധാരാളം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മഹത്തായ സ്ഥാപനത്തിൽ ധാരാളം ആളുകൾ അവരവരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളുമൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവർക്കൊക്കെ ദുആ ചെയ്തു കൊടുക്കാനും തങ്ങളുടെ മക്കളെ പരിശുദ്ധമായ ഇൽമ് നൽകി അവരെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അവരെ ചേർക്കാനും അങ്ങനെ എല്ലാവിധത്തിലും ഒരു ആത്മീയമായ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു മഹത്തായ പ്രദേശത്തിൻ്റെ വെളിച്ചമായി ഈ മഹത്തായ സൗധം മാറിക്കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ട സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, എല്ലാ അർത്ഥത്തിലും ഈ സ്ഥാപനത്തെ നെഞ്ചേറ്റുക എന്നതാണ്. ഇവിടെ പഠിക്കുന്ന മക്കൾക്കും അവരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക ഭക്ഷണ മേഖലകളിൽ എന്തെല്ലാം വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം നാം ചെയ്തു കൊടുക്കുകയും വളരെ വലിയ വിപുലമായ ഒരു പദ്ധതിയായി ഇത് നിലനിർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ്. അതിനെല്ലാവരും കൈകോർത്ത്
ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിക്കണം. ഇവിടെ വാശിയില്ല. അള്ളാഹുവിൻ്റെ ഇൽമ് പഠിക്കുന്നിടത്തും അത് പ്രചരിപ്പിക്കുന്നിടത്തും വൈരാഗ്യങ്ങൾക്ക് അർത്ഥമില്ല. ഒരുമയും ഐക്യവുമാണ് നാം നിലനിർത്തേണ്ടത്. കാരണം നമ്മളൊക്കെ മരിച്ചു പോകാനുള്ളതാണ്. എല്ലാവരും എത്തിപ്പെടുന്ന ലോകം ഒരേ ഒരു ലോകം, അത് ബർസഖിയ ലോകമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കേന്ദ്രം, അത് സ്വർഗമാണ്. അത് രണ്ടെണ്ണമില്ല, എല്ലാം ഒന്നാണ്. അവിടേക്ക് എത്താനുള്ള ഒരു വലിയ സഹായമാണ് ഇവിടെയുള്ള ഒരുമയുടെ, ഐക്യത്തിൻ്റെ, കൈകോർത്തുകൊണ്ടുള്ള സഹനത്തിൻ്റെ, സമാധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അതിൽ നിന്ന് നമ്മളെ വഴിതിരിച്ചുവിടാൻ പിശാച് ശ്രദ്ധിക്കും. കാരണം അവന്റെ ഏറ്റവും വലിയ ദൗത്യം തഫ്രീഖ് ഉണ്ടാക്കുക എന്നതാണ്. കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാകും, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകും, സഹവർത്തിത്വത്തിൽ ഭിന്നിപ്പുണ്ടാകും, സഹപാഠികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഭിന്നിപ്പുണ്ടാക്കുക എന്നതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ദൗത്യം. മാ യുഫർരിഖു ബൈനൽ മർഇ വസൗജിഹി, വളരെ പ്രധാനമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതാണ്. അങ്ങനെ എല്ലാവിധത്തിലും ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പിശാചുക്കളെ തിരിച്ചറിയുകയും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് സമ്മാനിച്ച ഐക്യം മുറുകെ പിടിക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ ദൗത്യമാണ് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് ട്രാക്ക് തെറ്റി നമ്മൾ സഞ്ചരിച്ചു പോകാൻ പാടില്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ധാരാളമൊന്നും നമുക്ക് പറയാനുള്ള സമയങ്ങളില്ലെങ്കിലും ഒരുപാട് മദ്ഹുകൾ നമ്മുടെ മക്കൾ ഇവിടെ വെച്ച് ചൊല്ലി. നമ്മളൊക്കെ സ്വലാത്തുകളിലൂടെ, സലാമുകളിലൂടെ, ഹബീബിന്റെ മദ്ഹുകളിൽ നമ്മൾ ഈ മജ്ലിസുകളിൽ, ഈ പന്തലുകൾക്ക് ചുവട്ടിൽ നമ്മൾ ആസ്വദിച്ചു. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഒരാൾ വന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, എനിക്ക് വല്ലതും വേണം. ആ സമയം നബിയും സ്വഹാബികളും നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ്. ഉള്ളത് അദ്ദേഹത്തിന് എടുത്തു കൊടുത്തിട്ട് നബി തങ്ങൾ ചോദിച്ചു, അഹ്സൻതു, ഞാൻ നിനക്ക് നന്മ ചെയ്തില്ലേ എന്ന്. അദ്ദേഹം പറഞ്ഞു, ലാ വലാ അജ്മൽത യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, നിങ്ങൾ എനിക്ക് നന്മ ചെയ്തില്ലെന്ന് മാത്രമല്ല അതൊരു മട്ടത്തിനോ ഒരു ചൊഗ്ഗിനോ ആയിട്ടില്ല. നമ്മളെ ഭാഷയിൽ ഇത് സ്വഹാബികളെ വല്ലാതെ വേദനിപ്പിച്ചു പോയി. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിൽ വെച്ച് പരസ്യമായി അവഹേളിക്കുന്ന, ആക്ഷേപിക്കുന്ന ആ ഒരു പദത്തോട് കൂടെയുള്ള സ്വഹാബികൾക്കാർക്കും ഇഷ്ടമായില്ല. അവനെ കൈകാര്യം ചെയ്യുന്നിടത്ത് വരെ സ്വഹാബികൾ തയ്യാറെടുത്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നബി തങ്ങൾ അനുവദിച്ചില്ല. ഏതായിരുന്നാലും അദ്ദേഹം പോയി. പക്ഷേ നബി തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു വിഷമമുണ്ട്. കാരണം അവിടെ ഒരു ഭിന്നിപ്പ് രൂപപ്പെടുകയാണ്, അവിടെ ഒരു അകൽച്ച സൃഷ്ടിക്കപ്പെടുകയാണ്, അവിടെ ഒരു മനപ്പൊരുത്തത്തിന് ശകലം അപകടം സംഭവിക്കുകയാണ്. അത് തിരുത്തണം. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ നടന്ന ഈ പ്രോഗ്രാമിലെ വിഷയത്തിന് അന്ന് വൈകുന്നേരം തന്നെ ആളെ പറഞ്ഞയച്ചുകൊണ്ട് അദ്ദേഹത്തെ വിളിപ്പിക്കുകയാണ്. അപ്പൊ രാവിലെ കൂടിയ അത്രയും ആളുകളൊന്നും നബി തങ്ങളുടെ ചാരത്തില്ല. വളരെ കുറഞ്ഞ ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് അദ്ദേഹത്തിന് യഥേട്ടം നബി തങ്ങൾ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ ഞാൻ നിനക്ക് നന്മ ചെയ്തോ?
അവൻ പറഞ്ഞു നഅം ഫജസാകല്ലാഹു മിൻ അഹ്ലിൻ വഅശീറത്തിൻ ഖൈറാ. അല്ലാഹ് നിങ്ങൾക്ക് ധാരാളം നന്മ ചെയ്യട്ടെ നബിയേ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിന് സന്തോഷമായത്, ഇപ്പോഴാണ് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ലഭിച്ചത്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിനൊരു ആശ്വാസമുണ്ടായത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ആ സന്തോഷം പറഞ്ഞു നബിതങ്ങൾക്ക് ദുആ ചെയ്തു കൊടുത്ത് നബിതങ്ങളെ മദ്ഹ് പറഞ്ഞ് തിരിച്ചു പോകുമ്പോ ആ ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് നബിതങ്ങൾ പറയുകയാണ്, മോനെ, ഇന്ന് രാവിലെ നടന്ന ഒരു പ്രോഗ്രാമില് ധാരാളം എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബികൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ വന്നിട്ട് നീ ചോദിച്ചതിന് ഞാൻ ഒരല്പം എൻ്റെ കയ്യിലുള്ളത് മാത്രം തന്നപ്പോ അത് നിനക്ക് തൃപ്തികരമായില്ലെന്ന് നീ അവിടെ അറിയിച്ചതിൻ്റെ പേരിൽ അവിടെ കൂടിയ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് മുഴുവനും നിനക്ക് എതിരായിട്ടുണ്ട്. അവരെ മനസ്സിൽ മുഴുവനും നിന്നോടുള്ള വെറുപ്പുണ്ടായിട്ടുണ്ട്. ആ വെറുപ്പ് നമുക്കൊന്ന് തിരുത്തണ്ടേ, അത് നമുക്കൊന്ന് പരിഹരിക്കണ്ടേ, ആ അകൽച്ചയൊന്ന് നമുക്ക് യോജിപ്പിലേക്ക് എത്തിക്കണ്ടേ. അതുകൊണ്ട് നാളെ എൻ്റെ മോൻ നേരത്തെ തന്നെ വരണം. അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നീ ഇന്ന് പറഞ്ഞ ആ സന്തോഷത്തിന്റെ വാക്കൊന്ന് ആവർത്തിക്കണം. കാരണം ഈ ഒരു അകൽച്ചയിലായിട്ട് മരണപ്പെട്ടു പോയാൽ നീ നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാനുള്ള ലോകത്തെന്തിനാ അകലുന്നത്? കുറഞ്ഞ ആയുസ്സിന് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്തിനാ പിണങ്ങുന്നത്? അവിടെ നമ്മൾ ഗ്രൂപ്പ് നോക്കാൻ പാടില്ല, അവിടെ നമ്മൾ വിഭാഗീയത നോക്കാൻ പാടില്ല, അവിടെ നമ്മൾ ചെറുപ്പമോ വലിപ്പമോ നോക്കാൻ പാടില്ല, അവിടെ നമുക്ക് ഹസദിന് യാതൊരു അർത്ഥവുമില്ല. ഏകീകൃത മനസ്സോടുകൂടെ, ഐക്യത്തിന്റെ സ്വഭാവത്തോടുകൂടെ, ഒരുമയുടെ മനസ്സോടുകൂടെ പ്രവർത്തിക്കുന്നവരാരോ അവന് വേണ്ടി ഒരുക്കപ്പെട്ട ലോകമാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. എനിക്കൊരു സ്വർഗം, നിങ്ങൾക്കൊരു സ്വർഗം അല്ലട്ടോ, എല്ലാവർക്കും കൂടെ ഒരൊറ്റ സ്വർഗം. ആ ഒരൊറ്റ സ്വർഗത്തില് ഒരുമയോടുകൂടെ ജീവിക്കാനുള്ള മനപ്പൊരുത്തത്തിന്റെ പ്രാക്ടിക്കലായിരിക്കണം ഈ ഭൗതിക ലോകത്തതിന്റെ ജീവിതം. ഇവിടെ പിടങ്ങിയിട്ട് പോകണോ, എനിക്ക് പോകാനുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ, അത് വേറൊരു ലോകമാണ്. അല്ലാഹു കാക്കട്ടെ. പിറ്റത്തെ ദിവസം രാവിലെ അദ്ദേഹം വന്നു. വരുമ്പോ തന്നെ ചില ആളുകളെ മനസ്സിൽ ഇങ്ങനെ വെറുപ്പുണ്ട്. ഇന്നലെ വന്നിട്ട് നബിതങ്ങൾ ആക്ഷേപിച്ചു പോയവനവൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കൈകാര്യം ചെയ്യാൻ റെഡിയാണ് അദ്ദേഹം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിനൊരു കാര്യം പറയാനുണ്ട്, അത് നമ്മൾ കേൾക്കണം. നബിതങ്ങൾ ചോദിച്ചു, രാവിലെ നടന്നപ്പോ നിനക്ക് തൃപ്തിയില്ലാത്ത ചില മെസ്സേജുകളാണ് കിട്ടിയത്. വൈകുന്നേരം ഞാൻ നിന്നെ വിളിച്ചിട്ട് നിനക്ക് ആവശ്യമുള്ളതൊക്കെ തന്നതിന്റെ പേരില് നിനക്ക് സന്തോഷായില്ലേ? അദ്ദേഹം പറഞ്ഞു, നഅം ഫജസാകല്ലാഹു മിൻ അഹ്ലിൻ വഅശീറത്തിൻ ഖൈറാ. എല്ലാ വിധത്തിലുമുള്ള ഖൈർ, എല്ലാ ഭാഗത്തു നിന്നും അല്ലാഹു തങ്ങൾക്ക് ധാരാളമായി നൽകട്ടെ നബിയേ. ഇതിങ്ങ് പറഞ്ഞപ്പോ സ്വഹാബികൾ മുഴുവനും സന്തോഷിച്ചു. ഇന്നലകളിലെ പിണക്കം മുഴുവനും മാറിപ്പോയി, വൈരാഗ്യങ്ങൾ പമ്പ കടന്നുപോയി. ഇങ്ങനെ ഐക്യത്തിന് വേണ്ടി ശബ്ദിച്ച ഒരു നേതാവ് ലോകത്ത് കാണാൻ ഹബീബല്ലാതെ മറ്റൊരാളില്ല. ഇത്ര വലിയ സ്വഭാവത്തിന്റെ ലോകം കീഴടക്കിയ നേതാവ് മറ്റാരുണ്ട്? അതുകൊണ്ടാണല്ലോ ഏത് സദസ്സിലേക്ക് കടന്നു വരുമ്പോഴും നബി തങ്ങൾ പറയും, പ്രിയപ്പെട്ടവരെ,
എൻ്റെ സ്വഹാബത്തിനെ കുറിച്ച് ഒരു വെറുപ്പും എന്നോട് നിങ്ങൾ പറയരുത്. ഒരു സ്വഹാബിയെ കുറിച്ചുമുള്ള കുറ്റം നിങ്ങൾ എന്നോട് പറയരുത്. ഒരാളെ കുറിച്ചുമുള്ള കുറ്റം നിങ്ങൾ എന്നോട് പറയരുത്. ഒന്നുമുണ്ടായിട്ടല്ല. നാളെ അവരെ ഞാൻ കാണുന്ന സമയത്ത് നിങ്ങൾ ഇന്നലെ പറഞ്ഞ കുറ്റത്തോടെ ഞാൻ അവരെ സമീപിക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു വല്ലായ്മ വരുമെന്നതുകൊണ്ട് എനിക്ക് സലീമായ ഹൃദയത്തോടെ, ഒരു വെറുപ്പുമില്ലാത്ത ഹൃദയത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് കാണാനുള്ള അവസരമുണ്ടാകാൻ ഒരാളും ഒരാളെക്കുറിച്ചും ഗീബത്തോ നമീമത്തോ കുറ്റമോ എന്നോട് പറയാൻ പാടില്ല. ഇങ്ങനെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ എന്തിനാണിത് പറയുന്നത്? പരിശുദ്ധ റബീഇന്റെ സന്ദേശമായി ഐക്യത്തിന്റെ ഹൃദയം നമുക്കുണ്ടാകട്ടെ എന്ന് മനസ്സിലാക്കിയാണ്. അതില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നാലും തെറ്റിദ്ധരിച്ചു പോകണ്ട. കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ചിലതൊക്കെ നമുക്ക് പുതുക്കണമെന്ന് തോന്നും, ചില അകൽച്ചകളൊക്കെ ഒന്ന് അടുക്കണമെന്ന് തോന്നും, ചില ഭിന്നിപ്പുകളൊക്കെ ഒഴിവാക്കണമെന്ന് തോന്നും. അങ്ങനെ ഖൽബ് നന്നായി നമ്മൾ ജീവിക്കണം. അത് പഠിപ്പിച്ചില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി? ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറതുഹു ثم اصطفاه حبيبا بارئ النسمي. ചൊല്ലു മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ഉള്ളും പുറവും സമ്പൂർണനായ ഒരു നേതാവ് നബി തങ്ങളല്ലാതെ ലോകത്ത് മറ്റൊരാളില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ ഖൽബ് നന്നാക്കണം. ആരോടും വെറുപ്പില്ലാത്ത ഹൃദയം, ആരോടും വൈരാഗ്യമില്ലാത്ത ഹൃദയം. ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മാ യതബയ്യനു ഫീഹാ യസില്ലു ബിഹാ ഇലൻ നാരി അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ. ഒരടിമ ഒരു വാക്ക് സംസാരിക്കുന്നു. ഒരു വാക്ക്, ഒരു വേർഡ്, ഒരു ചെറിയ പദം അവൻ സംസാരിക്കുന്നു. പക്ഷേ മായതബയ്യനു ഫീഹാ, ആ വാക്കിൽ അവൻ ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇത് ഗുണമാണോ ദോഷമാണോ? ഇത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണോ ഉപദ്രവമുള്ളതാണോ? ഇത് പ്രയോജനമുള്ളതാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ? ആലോചിക്കാതെ പറഞ്ഞ ഒരൊറ്റ വാക്ക്, ആ ഒരൊറ്റ വാക്കിന്റെ ഭവിഷ്യത്ത് എന്താണ്? യസില്ലു ബിഹാ ഇലൻ നാരി അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടക്കുള്ള അകലത്തേക്കാൾ ദൂരം നരകത്തിലേക്ക് അവൻ വഴുതി വീഴുമെന്ന് സ്വദഖ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വാക്ക് ശ്രദ്ധിക്കാൻ, മനസ്സ് ശ്രദ്ധിക്കാൻ, ജീവിതം ശ്രദ്ധിക്കാൻ ഇത്ര കൃത്യമായ ഒരു മാർഗരേഖ ലോകത്തിനടയാളപ്പെടുത്തിയ ഒരു നേതാവിനെ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. തുല്യതയില്ലാത്ത നേതാവേ, മദീനയിലെ രാജാവേ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ധാരാളമായി അവിടുന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് അവിടുത്തെ മദ്ഹ് കേൾക്കുന്നത്, അവിടുത്തെ മദ്ഹ് പറയുന്നത്. ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിച്ചോട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയ മജ്ലിസ്, എല്ലാ മാസവും നടക്കുന്ന പരിപാടികൾ, മുടങ്ങാതെ മജ്ലിസിലെത്തുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, റബ്ബവർക്കൊക്കെ ഖൈർ നൽകട്ടെ.
ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം മദ്ഹല്ലാതെ മറ്റൊന്നില്ല. ജീവിതകാലത്ത് അവിടുന്ന് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മദ്ഹ് ഇങ്ങനെ പറയുന്നത് മാത്രമല്ല പാടുന്നതും അവിടുത്തേക്ക് ഇഷ്ടമാണ്. പണ്ടൊരിക്കലല്ലേ ഒരു അഅറാബി കഴുത്തിലിട്ട ഷാള് പിടിച്ചു വലിച്ചപ്പോൾ ഷാളിന്റെ കരയുടെ മൂർച്ച കാരണത്താൽ കഴുത്തിൽ സ്ക്രാച്ച് വന്ന് വേദനയോടെ നബിതങ്ങൾ പിറകോട്ട് നോക്കിയപ്പോ ആ മനുഷ്യൻ നബിതങ്ങളോട് പറയാണ്, മുഹമ്മദ് നബിയേ, ഞാൻ 2 ഒട്ടകമായിട്ടാ വന്നിരിക്കുന്നത്. നമ്മളെ ഭാഷയിൽ പറഞ്ഞ 2 വണ്ടിയായിട്ടാ വന്നിരിക്കുന്നത്. ഇത് നിറച്ചും നിങ്ങൾ മുതൽ കയറ്റിത്തരണം. 2 വണ്ടിയേറ്റാ വന്ന് 2 വണ്ടി അറച്ച് തേങ്ങ കയറ്റി തരണം എന്ന് പറഞ്ഞ മാതിരി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ആ മനുഷ്യൻ മുതൽ ആവശ്യപ്പെടാൻ വേണ്ടി വന്നതാണ്. പക്ഷേ സ്വീകരിച്ച സമീപനം കുറച്ച് കടുത്ത സമീപനമായി പോയി. തട്ടം പിടിച്ചണ്ട് വലിച്ചാഞ്ഞ് സ്ക്രാച്ച് വീണു. തങ്ങൾ പറഞ്ഞു ഒക്കെ ശരിയാക്കാം, പക്ഷെ അതിന്റെ മുമ്പായിട്ടൊരു പ്രതികാര നടപടി ഉണ്ട്. ഇസ്ലാമിക കോടതി ഒരു നിലപാടെടുക്കുന്നുണ്ട് ഇവിടെ. എന്താണത്? ഇവിടെ മുറിയാക്കിയില്ലേ, അപ്പൊ അതിനൊരു ശിക്ഷ ഉണ്ട്. ഇത് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു, ലാ, ഞാൻ അനുവദിക്കൂല. ലിമ, എന്തുകൊണ്ട് അനുവദിക്കൂല? അള്ളാന്റെ റസൂലിന്റെ ചോദ്യത്തിന് അഅറാബിയുടെ സഡൻലി മറുപടിയാണ്, വളരെ പെട്ടെന്ന് അവൻ കൊടുത്ത മറുപടിയാണ്, ലാ തുകാഫിഉ ബിസ്സയ്യിഅതി സയ്യിആ യാ റസൂലല്ലാഹ്. ഓ നബിയേ, തങ്ങള് തിന്മയെ തിന്മ കൊണ്ട് നേരിടാത്ത നേതാവാട്. തങ്ങള് തിന്മയെ ഇന്നുവരെ തിന്മ കൊണ്ട് പ്രതികരിച്ചിട്ടില്ല. തിന്മയെ പ്രതികരിക്കുന്നിടത്തും നന്മയുണ്ടാണ് തങ്ങളുടെ പ്രതികാരമുണ്ടായിട്ടുള്ളത്. ഇത് തങ്ങളുടെ ഒരു മൗലിദാണ്, തങ്ങളുടെ ഒരു മദ്ഹാണ്. ഈ മദ്ഹ് തങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചു എന്ന് മാത്രമല്ല, നടപ്പാക്കാൻ തീരുമാനിച്ച ശിക്ഷ പിൻവലിച്ചു. അധികാരമുള്ളവർക്ക് പിൻവലിക്കാമല്ലോ. നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നായന്നവർക്കാനുവാദം കൊടുത്തോവർ. ശിക്ഷിക്കാൻ അധികാരമുണ്ട്, മാപ്പ് കൊടുക്കാൻ അധികാരമുണ്ട്. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. നടപ്പിലാക്കാൻ തീരുമാനിച്ച ശിക്ഷ പോലും പിൻവലിച്ചു. ആ മൗലിദിന്റെ മുമ്പിൽ നബിതങ്ങൾ സന്തോഷിച്ചു. ഇത് മൗലിദ് പറഞ്ഞിടത്താണെങ്കിൽ സവാദ് ബിനു ഖാരിബ് പാടിയിടത്തല്ലേ നമുക്ക് ആ സന്തോഷ പ്രകടനം ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സവാദ് ബിനു ഖാരിബ് റളിയല്ലാഹു അൻഹു നീണ്ട ഒരു പദ്യം ചൊല്ലി. കാരണം സവാദ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് തൻ്റെ കൂട്ടുകാരനായ, തൻ്റെ സഹായിയായിരുന്ന ഒരു ജിന്നിന്റെ സംരക്ഷണത്തിലായിരുന്നു സവാദ് ബിനു ഖാരിബ് ഉണ്ടായിരുന്നത്. ആ ജിന്ന് വന്നിട്ട് സവാദ് ബിനു ഖാരിബിനോട് പറയുകയാണ്, മോനെ, നീ അറിഞ്ഞോ മക്കയിലൊരു നേതാവ് വന്നിട്ടുണ്ടെന്ന്? 1 2 3 രാത്രി വന്നിട്ടാണ് പറയുന്നത്. അങ്ങനെ 3 പ്രാവശ്യം വന്ന് പറഞ്ഞപ്പോൾ ആ സവാദ് ബിനു ഖാരിബിന് അതിലെന്തോ ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കി സവാദ് ബിനു ഖാരിബ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പുറപ്പെട്ടു. ചെന്നപ്പോ പറഞ്ഞതുപോലെ അവിടെയുണ്ടൊരു നേതാവ്, സൂര്യനെ തോൽപ്പിക്കുന്ന പ്രകാശം, ചന്ദ്രൻ നാണിച്ചു പോകുന്ന പ്രകാശം, മാലോകരുറ്റു നോക്കുന്ന സൗന്ദര്യം, ആരെയും അട്രാക്ട് ചെയ്യുന്ന സ്വഭാവം, വല്ലാത്ത ഒരു ലോകം, സൗന്ദര്യത്തിന്റെ മഹാപ്രപഞ്ചം. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ സവാദ് ബിനു ഖാരിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്ലേഷിച്ചു.
എന്നിട്ടങ്ങ് ബദ്ഹങ്ങ് പാടി വ ഇന്നക അദ്നൽ മുർസലീന വസീലതൻ ഇലല്ലാഹി ഇബ്നൽ അക്രമീനൽ അത്വാഇബി വകുല്ലി ശഫീഅൻ യൗമ ലാ ذو شفاعتي سواك بمغن عن سواد بن قاربي അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്ന നബിയേ, ആരാരും പാവപ്പെട്ട സവാദിനെ റെക്കമെൻഡ് പറയാൻ നാളെ മഹ്ശറയിലില്ലാത്ത സമയത്ത് സാധുവായ എനിക്ക് തങ്ങൾ തന്നെ ഇടപെട്ട് കാര്യങ്ങൾ വാങ്ങിത്തരണോന്ന് പറഞ്ഞപ്പോ തങ്ങളുടെ ഏറ്റവും വലിയ അധികാരവും സ്ഥാനവുമാണ് ആ മദ്ഹിലൂടെ സവാദങ്ങ് പാടിയത്. ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദുഹു, അണപ്പല്ല് വെളിവാകും വിധം അല്ലാഹുവിന്റെ റസൂല് നന്നായി ചിരിച്ചു. ഫഫരിഹന്നാസു വൽ അസ്ഹാബു വമൻ മഅഹു ഫൽതസമൂഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളും സന്തോഷിച്ചു. ചിലരൊക്കെ വന്ന് കൂട്ടിപ്പിടിച്ചു. സന്തോഷം എത്രയാണ് നബി തങ്ങളെ മദ്ഹ് കേൾക്കുന്നത് തങ്ങൾക്കും സ്വഹാബികൾക്കും. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, അഫ്ലഹത യാ സവാദ്, സവാദേ നീ വിജയിച്ചു കഴിഞ്ഞു. ഈ പാട്ട് നിന്റെ നാട്ടിൽ കുടുംബങ്ങൾക്കിടയിൽ പോയി പാടിയിട്ട് നീ അവരുടെ മുമ്പിൽ കൂടെ എൻ്റെ മദ്ഹൊന്ന് പാടണേ. മദ്ഹ് പറയാനും പാടാനും പ്രചോദനം കൊടുത്ത് അതിൽ ആഹ്ലാദിച്ച് സന്തോഷിച്ച് എല്ലാം നൽകാൻ അധികാരമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ്, ത്വാഹ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മദ്ഹ് പറയുന്ന ഈ മജ്ലിസ് നീ ഖബൂലാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾ നടത്തുന്ന ഈ പരിപാടി വളരെ ഭംഗിയായ രീതിയിൽ നീ നിലനിർത്തണേ റഹ്മാനേ. ഇതിനു വേണ്ടി സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്, ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവരുണ്ട്. നീ അവർക്ക് പകരം സ്വർഗം നൽകണേ റഹ്മാനേ. പഠിക്കുന്ന മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ. ധാരാളം മക്കൾ പഠിക്കുന്ന വലിയ ഒരു സ്ഥാപനമാക്കി ഈ സ്ഥാപന സമുച്ചയത്തെ നീ വളർത്തി വലുതാക്കണം റഹ്മാനേ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ മക്കളെ നീ ഖൈറിലും സന്തോഷത്തിലുമാക്കി നീ വളർത്തി ഉയർത്തി വലുതാക്കണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും സഹകരിക്കുന്ന മജ്ലിസാക്കി ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുണ്ടാകുന്ന ആത്മീയ മജ്ലിസുകൾ നിലനിർത്തുന്ന ഒരു സ്ഥലമാക്കി ഈ സ്ഥലം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.